ഗാസയിൽ സമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ നിർണായക ചർച്ചകൾ ഈജിപ്തിൽ തുടരുന്നു. ഹമാസുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച അനുകൂലമാണെന്നാണ് ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ഗാസയിൽ സമാധാനത്തിനായുള്ള ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ നിർണായക ചർച്ചകൾ ഈജിപ്തിൽ തുടരുകയാണ്. ആദ്യഘട്ട ചർച്ച അനുകൂലമാണെന്നാണ് ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഗാസ യുദ്ധത്തിന് ഇന്ന് 2 വർഷം തികയുകയാണ്. ഏതാണ്ട് 67,000-ഓളം ജീവനുകളാണ് ഈ 2 വർഷത്തിനിടയിൽ ഗാസയിൽ പൊലിഞ്ഞത്. ഇപ്പോഴും ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു 20 ദിന സമാധാന പദ്ധതി ഈ ഗാസയിൽ സമാധാനം ഉറപ്പാക്കാനായി മുന്നോട്ട് വെച്ചത്. അത് ഇസ്രായേൽ അംഗീകരിച്ചു. പക്ഷേ ഹമാസ് അതിലെ ഏതാനും ഈ ബന്ദികളെ കൈമാറുന്നത് പോലുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതേസമയം ഈ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം, ചർച്ചകൾ വേണം എന്നുള്ളതായിരുന്നു ഹമാസിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മധ്യസ്ഥ ചർച്ച എന്ന നിലയിൽ അത് ഈജിപ്തിൽ വെച്ച് നടത്തുന്നത്. ഇന്നലെയാണ് ആ ചർച്ചകൾ തുടങ്ങിയത്. ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും തന്നെയാണ് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രതിനിധികളും ഈ സംഘത്തിൽ ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കെയ്റോയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും ഇന്നലെ ആദ്യഘട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകൾ വളരെ പോസിറ്റീവാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അനുകൂലമായ ഒരു നിലയിലേക്ക് ഹമാസ് വരുന്നുണ്ട്. ഹമാസ് നേതാക്കളുമായാണ് ചർച്ച നടക്കുന്നത്. ഏതായാലും ഏതാണ്ട് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ചർച്ചകൾ ഇനിയും തുടരും. ഇന്നും ആ ചർച്ചകൾ തുടരുന്നുണ്ട്. ഏതായാലും ഈ 20 ദിന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ഈ ബന്ദികളെ കൈമാറൽ, ഈ വെടിനിർത്തലിന്, ഈ സമാധാന കരാറിന് ഹമാസ് തയ്യാറായാൽ 72 മണിക്കൂറിനകം തന്നെ ഈ ബന്ദികളെ ഇസ്രായേലിന് നൽകുക, അതുപോലെ തന്നെ ഈ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും ഈ ഹമാസിനെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയാകുന്നതിനനുസരിച്ച് ഈ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും. അങ്ങനെ വിവിധ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ബന്ദികളെ കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് പറയുന്നുണ്ട്. പക്ഷേ ഈ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഇപ്പോഴും ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടി ഈ നിർദ്ദേശങ്ങളിൽ കൂടുതൽ ഒരു സമവായത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും ആ ചർച്ചകൾ ഇന്നും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലുമൊക്കെ തുടരുകയും ചെയ്യും. എന്നാൽ അതിലൂടെ ഏതായാലും ആദ്യഘട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ, ഹമാസ് നേതാക്കളുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു മാറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലോകം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നീക്കങ്ങളെ, ചർച്ചകളെ ഉറ്റുനോക്കുന്നത്. കാരണം ഗാസ ലോകത്തിന് തന്നെ കണ്ണീരായി മാറിയിട്ട് ഇപ്പോൾ 2 വർഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ സമാധാനം പുലരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം ഉള്ളത്. ഏതായാലും ആ ചർച്ചകൾ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും അമേരിക്കയും മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ചർച്ചകൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ ചർച്ചകൾ പോസിറ്റീവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആന്റണി, വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ നിർണായക ചർച്ചകൾ ഈജിപ്തിൽ തുടരുകയാണ്. ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് 2 ആണ്ട് തികയുന്നു. ഹമാസുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച അനുകൂലമാണെന്നാണ് ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.